ഹലോ ഗായ്സ്, വെൽക്കം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എണീറ്റപ്പോഴത്തേക്ക് കുഞ്ഞി കാത്തിരിക്കുകയാണ്. കുഞ്ഞി കാത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞി ഉറക്കം എണീക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ കുഞ്ഞിക്ക് ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, എങ്ങനെ ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ കുഞ്ഞിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നു. പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ്, നമ്മുടെ കുഞ്ഞി പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ ഫുഡ് കഴിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചു കൊടുക്കാം. 하나님, 우리 콩이가 이 맛있는 밥을 먹고 건강하고 우리 콩이 피부에 있는 알러지들이 다 없어지고 콩이가 엄마 말 잘 듣고 오진동 잘 가르치는 강아지 되기를 예수님 이름으로 기도합니다. 아멘. അങ്ങനെ കുങ്ങി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഒപ്പ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഞാനും കുങ്ങിയുടെ ഒപ്പ പോകുന്ന ടൈമിൽ തന്നെ നടക്കാൻ ഇറങ്ങി. അതായത് കുങ്ങിക്ക് രാവിലെ അപ്പിടാനും മുള്ളയൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുറത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾ ഡോഗിനെയൊക്കെ വളർത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാം, ഡോഗ്സിനെ നമുക്ക് ഒരു ദിവസം ഏകദേശം 1-1.5 മണിക്കൂറെങ്കിലും നമ്മളിങ്ങനെ നടക്കാൻ കൊണ്ടുപോകണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഡോഗൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ട്രെസ്സ് വരും അവർക്ക്. അത് കാരണം തന്നെ വീട്ടിലുള്ള സോഫയും അതേപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ മൂത്രമൊഴിച്ച് വെക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യും ഡോഗുകൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നടക്കാൻ വേണ്ടി കൊണ്ടുപോയത്. അപ്പോൾ കുങ്ങിയെ കയറി ഞാൻ വിട്ടപ്പോഴത്തേക്ക് ഒപ്പയുടെ അടുത്തോട്ട് ഓടി ചെന്ന്. കുങ്ങിക്ക് ഒപ്പയാണ് ഭയങ്കര ഇഷ്ടം. ഞാനാണ് ഫുഡ് കൊടുക്കുന്നതെങ്കിൽ അവന് ഒപ്പയാണ് ഇഷ്ടം. അപ്പം കുങ്ങിയായിട്ട് നടക്കാനൊക്കെ പോയി ഒരു അരമണിക്കൂർ നടന്ന് അതിന് ശേഷം കുങ്ങിയെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ ജിമ്മിലോട്ട് വന്ന്. അതായത് ഇത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനകത്തുള്ളതാണ്. ഇവിടെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനകത്ത് സ്പാ ഉണ്ട്, സോണ ഉണ്ട്, അതേപോലെ തന്നെ ഗോൾഫ് കളിക്കാനുള്ള സ്ഥലമുണ്ട്, അതേപോലെ തന്നെ ഈ ഹെൽത്ത് സെൻറ്ററും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാം നമുക്ക് ഫ്രീ ആയിട്ടാണ്. അതായത് മന്ത്ലി നമ്മൾ നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല്, കറണ്ട് ബില്ലൊക്കെ അടയ്ക്കുന്ന ടൈമിൽ ഇവിടുത്തെ എത്രയാണോ ഇവിടുത്തെ ഈ ഇലക്ട്രിസിറ്റി ബില്ല് അങ്ങനെയൊക്കെ വരുന്നത്, അത് ഇങ്ങനെ അതായത് ടോട്ടൽ എത്ര അപ്പാർട്ട്മെൻ്റ് ഉണ്ടോ അതിലെത്ര വീടുകളുണ്ടോ അതുമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്താണ് ഇവിടുത്തെ എമൗണ്ട് ഇങ്ങനെ പോകുന്നത്. അപ്പം നമ്മളിവിടെ യൂസ് ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ മന്ത്ലി എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യല്ലേ, അപ്പം അങ്ങ് യൂസ് ചെയ്ത് കളയാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും തൊട്ടടുത്തന്നെ ജിമ്മും എല്ലാ സംഭവം ഉണ്ടായിരുന്നിട്ട് ഞാൻ പോകത്തില്ലായിരുന്നു, വെറും കുഴി മടിച്ചായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ വെയിറ്റൊക്കെ കൂടി ഇപ്പം ഒരുപാട് ഹെൽത്ത് പ്രോബ്ലം വന്നപ്പോഴത്തേക്കാണ് വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് എന്തുകൊണ്ട് ഞാൻ നേരത്തെ ഹെൽത്ത് ശ്രദ്ധിച്ചില്ല എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഞാൻ നേരെ വന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറേ നാളായി ഞാൻ ഇപ്പം രാവിലെ ഇങ്ങനെ എന്താ പറയുക ജിമ്മിലൊക്കെ പോയി കുറച്ച് എക്സസൈസൊക്കെ ചെയ്ത്. എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എനിക്ക് കാണുന്ന സംഭവങ്ങളിലെല്ലാം കയറി ഇരുന്നിട്ട് എക്സസൈസ് ചെയ്തിട്ട് വീട്ടിൽ പോകും. ഇത് യോഗ ചെയ്യാനുള്ള സ്ഥലമാണ്. അപ്പം ആരും എനിക്ക് വീഡിയോ എടുത്ത് തരാനില്ലാത്ത കാരണം ഞാൻ സ്വന്തമായിട്ട് എടുക്കുന്നു. ഞാൻ എൻ്റെ ക്യാമറമാൻ ഒപ്പായെ, അതേപോലെ തന്നെ ക്യാമറ വുമൻ ഒമ്മായെ മിസ് ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിൽ വന്നിട്ട് എന്താ പറയുക, ഞാൻ ദോശയുടെ മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പുളിച്ചൊന്ന് നോക്കി. അതിന് ശേഷം നേരെ നമുക്ക് ഇനി ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഞാൻ വന്നതിന് ശേഷം കുളിച്ചൊന്നുമില്ല. അതായത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇത് പ്രിപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദോശയുടെ കൂടെ ഞാൻ കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല സാമ്പാറാണ്. സാമ്പാർ ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജിമ്മിലൊക്കെ പോകുന്നതുകൊണ്ട് പോയി വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ വിശപ്പ് തുടങ്ങും. അപ്പോൾ ഇത് നോക്കിയേ, ദോശയും സാമ്പാർ, അതേപോലെ തന്നെ ഞാൻ ഒരു സോയാ മിൽക്കും കുടിച്ചു. അപ്പം പ്രോട്ടീൻ കളയാൻ പാടില്ല, പക്ഷേ പ്രോട്ടീൻ നമ്മൾ ഒഴിവാക്കാൻ പാടില്ലല്ലോ. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം നേരെ ഞാൻ കുളിച്ചൊക്കെ റെഡിയായി. ഇനിയാണ് മെയിൻ പരിപാടി ഇന്നത്തെ എൻ്റെ ദിവസത്തെ. അതായത് ഞാൻ കുറച്ച് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു. കൃഷി ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. വേറൊന്നുമല്ല ഞാൻ വാങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വെണ്ടയ്ക്കയുടെ തൈ 2 തൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക് ഞാൻ എപ്പോഴും വാങ്ങാൻ നോക്കുന്ന സമയത്തെല്ലാം ഫ്രോസൺ മാത്രമേ ഉള്ളൂ, ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു 2 മരം അങ്ങോട്ട് വാങ്ങി വെച്ചിട്ട് അതിന് ഫ്രഷ് ആയിട്ട് പറിച്ചെടുക്കാമെന്ന്. പിന്നെ ഞാൻ 2 തക്കാളി വാങ്ങിയിട്ടുണ്ടായിരുന്നു, തക്കാളിയുടെ തൈ. പിന്നെ അതുപോലെ തന്നെ പാവയ്ക്ക, കയ്പുള്ള ഇതുണ്ടല്ലോ,
ഞാൻ ഈ പാവയ്ക്ക ഇവിടെ വാങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ എല്ലാം ഉണങ്ങിയ പാവയ്ക്ക മാത്രമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ പാവയ്ക്കയും പടർത്തി വിടാമെന്ന്. അപ്പോൾ ഇതൊക്കെ പൊടിക്കോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയത്തില്ല, എന്നാലും എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടൊന്ന് വാങ്ങി വെക്കാമെന്ന് നോക്കി വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ തന്നെ അവർ ഇതെങ്ങനെയൊക്കെയാണ് നടുന്നതെന്നുള്ള കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ വായിച്ച് നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇവർ ഇതിൽ പറഞ്ഞേക്കുന്നത് ഇതിന് എത്ര വെള്ളം, ഒരു ദിവസം എത്ര വെള്ളം ഒഴിക്കണം, അതാണ് ഇതാണ് അങ്ങനെ എന്തൊക്കെയോ കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചത് എന്നാൽ പിന്നെ എന്താ പറയുക, എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ നടാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാം കണ്ടിട്ട് ഒരേപോലെ ഇരിക്കുന്നു. ഇതിലേതാണ് ഏതെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. തക്കാളി ഏത്, മുളക് ഏതെന്നൊന്നും അറിയാൻ വയ്യായിരുന്നു. പിന്നെ എൻ്റെ പണിപ്പുരയിലോട്ട് ഞാൻ കടന്നു. അപ്പോൾ മണ്ണൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. തറയിലൊക്കെ വീണ് വൃത്തികേടായി കഴിഞ്ഞാൽ ഒപ്പ ഭയങ്കര വൃത്തിക്കാരനാണ്. അപ്പോൾ ഞാൻ ഈ തറയൊക്കെ വൃത്തികേടാക്കിയിട്ട് കഴിഞ്ഞാൽ ഒപ്പ വന്നിട്ട് ഇതെന്താ വൃത്തിയാക്കിയിട്ടേക്കുന്നതെന്നൊക്കെ ചോദിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഒരു തറയിലൊരു കവറൊക്കെ വിരിച്ചതിന് ശേഷമാണ് എൻ്റെ പണി തുടങ്ങിയത്. അതിൽ തന്നെ കുറേ ചട്ടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഉമ്മക്ക് ഈ ചെടികൾ നടുന്ന ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഉമ്മാടെ കുറേ ചെടിച്ചട്ടികൾ ഇവിടെ ഉണ്ടായിരുന്ന കാരണം ഞാൻ അതിലോട്ടാണ് മണ്ണ് നിറച്ച് വെച്ചത്. അപ്പോൾ ഞാൻ മണ്ണ് നിറച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നിങ്ങൾ കണ്ടു കാണും, കുഞ്ഞി കുറേ നേരം കൊണ്ട് വന്ന് നിൽക്കുവാണ് ഒന്ന് തടവി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവനെ ശ്രദ്ധിച്ചില്ല. പിന്നീടാണ് ഞാൻ അവനെ കണ്ടത്. അപ്പോൾ ഞാൻ തടവി കൊടുത്തപ്പോൾ അവന് വളരെ സന്തോഷമായി. പിന്നെ അതെല്ലാം മണ്ണെല്ലാം നിറച്ച് ചെടിയെല്ലാം നട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ നട്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് എനിക്ക് വിശന്നത്. അങ്ങനെ ഞാൻ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തതെന്ന് പറഞ്ഞാൽ അവക്കാഡോയും അതേപോലെ തന്നെ സീവീഡിനകത്ത് കുറച്ച് ചോറ് ഇങ്ങനെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അവക്കാഡോ ഉണ്ടല്ലോ, ഇത് നമ്മൾ സോയാ സോസും വസാബിയുടെ ചേർന്ന സോസിൽ മുക്കി കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ റോ ആയിട്ടുള്ള സാൽമൺ കഴിക്കുന്ന അതേ ടേസ്റ്റാണ്. അടിപൊളിയാണ്. നല്ല ബട്ടറി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവറാണ്. പ്രത്യേകിച്ചും എനിക്കിങ്ങനെ ചോറ് റാപ്പ് ചെയ്ത് ഇങ്ങനെ കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു സംഭവം. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നട്ട് വെച്ച ചെടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നോക്കിയേ, ഇത് തക്കാളിയാണ്. ഇപ്പം ഈ രണ്ടെണ്ണം കാണുന്നത് വെണ്ടയ്ക്കയാണ്. ഇനി അതിൽ നിന്നൊക്കെ വെണ്ടയ്ക്ക പറിക്കാൻ പറ്റുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കറിവേപ്പിലുണ്ട്. ആ കാണുന്നത് മുളക്, പിന്നെ പാവയ്ക്ക, തണ്ണിമത്തൻ എല്ലാം ഉണ്ട്. പൊടിക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. എല്ലാത്തിനും നല്ലതുപോലെ വെള്ളമൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുഞ്ഞിയെ നോക്കിയേ, കുഞ്ഞിക്ക് സംഭവം എന്താണെന്നൊന്നും അറിയാൻ വയ്യ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കുഞ്ഞിയെ ഈ ബാൽക്കണി തുറന്ന് ഇപ്പുറത്തോട്ട് ഇറക്കാറില്ലായിരുന്നു. കാരണം ഇവൻ ഈ പുല്ല് പോലത്തെ ഈ സംഭവം കാണുമ്പോഴത്തേക്ക് അവിടെ അപ്പം മൂത്രം ഒഴിക്കണം, അല്ല ഞാൻ ഇറക്കത്തില്ലായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന കാരണമാണ് അവൻ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുകയാണ്. കുഞ്ഞെവിടെ? കുഞ്ഞിയെ ഞാൻ ഏത് പേര് വിളിച്ചാലും കുഞ്ഞി വിളിയേക്കും. ഞാൻ കുഞ്ഞിയെ ഷൊണ്ണു എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഞാൻ എന്ത് വിളിച്ചാലും കുഞ്ഞി വിളിയേക്കും. പിന്നെ അതിന് ശേഷം ഞാൻ ഇവിടെ ഡിന്നർ പ്രിപ്പയർ ചെയ്യുകയാണ്. ഡിന്നറിന് സ്പെഷ്യൽ മെനു എന്ന് പറഞ്ഞാൽ ഒരു കൊറിയൻ ടൈപ്പ് വഴുതനങ്ങ സ്റ്റിർ ഫ്രൈ ചെയ്തതാണ്. അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയണം. പിന്നെ ഞാൻ ഇപ്പോൾ ഈ കാണിച്ച മഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇത് നമ്മുടെ സ്വീറ്റ് പംകിൻ കൊണ്ടുണ്ടാക്കിയ കേക്കാണ്. ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി കേക്കാണ്. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെലീഷ്യസ് ആയിട്ടുള്ള കേക്ക് കഴിക്കുകയും ചെയ്യാം, ഹെൽത്തിയാണ്. പിന്നെ ഞാൻ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സോസ് ഞാൻ വീട്ടിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന സോസാണ്. വിനെഗറും അതേപോലെ തന്നെ ഒലിവ് ഓയിലൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സോസാണ്. കാരണം നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കാമെന്ന് വിചാരിച്ചത് കാരണമാണ്. പിന്നെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇത് കട്ട്ലറ്റാണ്, പോർക്ക് കട്ട്ലറ്റാണ്. ഇതിനകത്ത് ചീസൊക്കെ വെച്ചിട്ടുള്ളതാണ്. ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിനകത്ത് മുസറല്ല ചീസ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ആ ചീസൊക്കെ ഇങ്ങനെ നല്ല മെൽറ്റായിട്ട് അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ സോസും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ടേബിളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഒപ്പ വന്നു. ഒപ്പ ആദ്യം പാൻറ്റി മാത്രം ഇട്ടുകൊണ്ട് വന്നു. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ട കാരണം ഓടിച്ചെന്ന് പാൻസൊക്കെ ഇട്ടിട്ട് വന്നിട്ട് പറയാണ് വീഡിയോ എടുക്കുന്ന ടൈമിൽ നേരത്തെ ഇൻഫോം ചെയ്യണമെന്ന് ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒപ്പ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. 돈가스. 매. 야. 와 이거 엄청 크리스피하다. 그래 익었어? 오
익었어? 익었어. 치즈 멜트하지? 치즈 멜트. 와씨. 이렇게 어두워? 오씨. 어떻게? 맛있다. 맛있어. 우와. 이거 두 개는 와. 이거 두 개는 저거야. 오크라. 오크라? 오크라. 이거? 이거라 이거. 와. 알지 오크라. 이거 토마토. 토마토야 이거? 그리고 이거는 커리. 그거는 하늘 고추. 요거? 야. 그거 두 개는 뭐야? 여주. 여주? 그 막 되게 이렇게 막 그랬나? 그 오빠 옆에 있는 거 하나는 호박 아니 그 두 개는 토마토라. 토마토? 그거는 수박. 수박이야? 멜론 수박. 멜론은 요만하게 나겠다 여기서는. 키워야겠다. 이렇게 물을 잘 주고. 와. 우리 잘 자라라. 그러고요. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനും ഒപ്പായും കൂടെ പ്രാർത്ഥിക്കാനുള്ള ടൈമുണ്ട്. അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് നടന്നത് എന്നുള്ളൊരു ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമായിട്ടാണ് നമ്മളിത് കാണുന്നത്. പിന്നെ അതിൻ്റെ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ പ്രധാനമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസം എൻ്റെ ഒരു ദിവസം എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒപ്പാടെ ദിവസം എങ്ങനെയായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ പരസ്പരം നമ്മൾ എന്തെങ്കിലും പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് ഹേർട്ടായിട്ടുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരസ്പരം ചെയ്ത് ഇഷ്ടപ്പെടാതെ നമുക്ക് എന്തെങ്കിലും ദേഷ്യമായിട്ടുള്ള എന്തെങ്കിലും മനസ്സിലുണ്ടോ, അതെല്ലാം നമ്മൾ പറഞ്ഞു തീർക്കും. കാരണം എന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു എൻ്റെ ഒപ്പാടെ ലൈഫിൽ ഒരുപാട് വഴക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ലാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഈ നൈറ്റ് ടൈമിൽ പരസ്പരം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇന്ന് ഒപ്പ പറഞ്ഞത് കാരണം എനിക്ക് ഇങ്ങനെ എന്താ പറയുക, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഒപ്പായും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരിച്ചിട്ട് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനുള്ള എന്താ പറയുക ഒരു ടൈമായിട്ടാണ് നമ്മൾ ഈ ടൈമിനെ കാണുന്നത്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, പ്രാർത്ഥിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ പ്രാർത്ഥന ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ സ്കിൻ കെയർ ചെയ്യും. സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം ഒപ്പാക്ക് ഗെയിം കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പോക്കിമോൻ എന്ന് പറയുന്നൊരു ഗെയിം കളിക്കാറുണ്ട്. അപ്പോൾ കുറച്ച് ഗെയിമൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ ഉറങ്ങുവാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.